ഹായ് ഗൈസ്, വെൽക്കം ടു FX ടോക്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീക്ക് നമ്മൾ എടുത്തുള്ള ട്രേഡ്സിന്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. ലണ്ടനിലും അതേപോലെ ന്യൂയോർക്കിലും നമ്മൾ ഇരിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. ലണ്ടന്റെ സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ 12:30 to 3:30 വരെയാണ് നമ്മൾ ആ ഒരു ട്രേഡിന്റെ ആ ഒരു ലൈവും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാറുള്ളത്. ഈ ഒരു ട്രേഡ് എക്സിക്യൂഷൻസ് കഴിഞ്ഞ വീക്ക് എടുത്തുള്ളതെല്ലാം നമ്മൾ ആ ഒരു ലൈവായിട്ട് വന്ന് എടുത്തിയായിരുന്നു. ഓക്കെ, നമുക്ക് മൺഡേയിൽ ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു SL എന്നുള്ളൊരു ട്രേഡായിരുന്നു നമ്മുടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ബാങ്ക് ഹോൾഡേ ആയിരുന്നു. ഒരു ചോപ്പിനെസ് ഉണ്ടാകുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ബേസ് ചെയ്തിട്ടും SMT ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേഡും കാര്യങ്ങളും പുഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ലോജിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവിൽ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇതൊരു SL ട്രേഡ് ആണ്. അതിന് ശേഷം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും മൈനർ ആയിട്ട് ഏഷ്യയുടെ ഹൈയിൽ എടുത്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു SLന് ശേഷം നമുക്ക് ഏഷ്യയുടെ ഹയറിലും എടുത്തിട്ടുള്ള റിവേഴ്സൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ ഒരു ബയാസിന്റെ എക്സാക്ട് ഏരിയയിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു SLന് ശേഷം നമുക്ക് ചൊവ്വാഴ്ച നോക്കാം. വേറെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും ന്യൂയോർക്കിൽ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിവേഴ്സൽസും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നോർമലി മൺഡേയിൽ SL ആണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും നോക്കാറുണ്ടാവില്ല. ഇപ്പോൾ TP ആണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് നോക്കുന്നുണ്ടാവും. SL ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു ദിവസം മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാറാണ് ഉള്ളത്. അതിനുശേഷം നമുക്ക് ചൊവ്വാഴ്ച നോക്കലാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച നമുക്ക് അടിപൊളിയായിട്ട് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൈസൈഡ് എടുത്തു ഏഷ്യയുടെ ഹൈസിന് ശേഷം റിവേഴ്സൽസ് വന്ന ഏരിയ എന്ന ട്രേഡും കാര്യങ്ങളും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് നമ്മൾ ലൈവിൽ എടുത്തതാണ്. ആ SL ട്രേഡ് നമ്മൾ ലൈവിൽ എടുത്തായിരുന്നു. എക്സാക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലൈവിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ സൈക്കോളജി ഞാൻ പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ ലെവൽസ് ഞാൻ സംസാരിക്കുന്നുണ്ടാവും, ലോജിക്ക് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടാവും. ഞാൻ എന്താണ് ചെയ്യുന്നത്, ആ ഒരു മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് യൂറോയിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ കൂടുതലും ട്രേഡും കാര്യങ്ങളെല്ലാം പുഷ് ചെയ്യാറുള്ളത് യൂറോ USDയിലാണ്. മറ്റ് കറൻസി പെയറുകളിൽ നമ്മൾ ലൈവിൽ അനാലിസും കാര്യങ്ങൾ ഇപ്പോൾ എക്സൈൽ ചെയ്യാറുണ്ട്, GBP ചെയ്യാറുണ്ട്, മറ്റ് മൈനറും മേജറും ആയിട്ടുള്ള കറൻസി പെയറുകളെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ട്രേഡ് പുഷ് ചെയ്യാറുള്ളത് യൂറോയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച വേറെ ട്രേഡ്സോ കാര്യങ്ങളോ നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ദിവസം ആ ഒരു TPക്ക് ശേഷം ബുധനാഴ്ച നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഒരു ഡിസ്പ്ലേസ്മെന്റ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ലോജിക്കൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ട് എങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യുന്നു, ഈ ഒരു മൊമെന്റിൽ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നു, ഈ ഒരു മൊമെന്റം കിട്ടിയിട്ട് എൻട്രി എടുക്കുന്നതും ഈ ഒരു എക്സ്പാൻഷൻ വരെ, ഈ ഒരു ഡൗൺ സൈഡിലേക്ക് വരുന്ന എക്സ്പാൻഷൻ വരെ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ഹിറ്റ് ആയതിനു ശേഷമാണ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. അതായത് ഈ ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം വന്ന സമയത്ത് ഈ ഒരു ബൈ സൈഡിലേക്ക് കൂട്ടി, അതായത് ഒരു റീകോസ്ട്രക്ചർ തന്നിട്ടുണ്ടായിരുന്നു. SL നമ്മൾ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺവാണ്ടഡ് ആയിട്ട് പെട്ടെന്ന് ഒരു മൊമെന്റം വന്ന സമയത്ത് നമ്മൾ ആ ഒരു ബ്രേക്ക് ഈവൻ ഹിറ്റ് ആവുകയും ഇവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ടാർഗറ്റ് ലെവൽസിലേക്ക് പോകായിരുന്നു ചെയ്തിട്ടുണ്ടായത്. നമുക്കൊരു ബ്രേക്ക് ഈവൻ എന്നുള്ള രീതിയിലാണ് ആ ഒരു ദിവസം ബുധനാഴ്ച കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായത്. ന്യൂയോർക്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ശേഷം റിട്രേസ്മെന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് മൊമെന്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെയിം സ്ട്രക്ചറിലാണ് നമുക്ക് നെക്സ്റ്റ് ദിവസം വ്യാഴാഴ്ച നോക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യയുടെ ഹൈസ് ആണ്. ഇവിടെ എല്ലാം നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവേഷൻ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കാം, പക്ഷേ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് നോക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ഫോർമേഷൻ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്തു, റിട്രേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു OB ലെവൽസിലേക്ക്. അതിനുശേഷം ഈ ഒരു FEG ഓപ്പണിംഗ് ലെവൽസിലേക്ക് വന്നിട്ട് ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ ആ ഒരു ലെവൽസിലേക്കുള്ള എക്സ്പാൻഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. വേറെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും നമ്മളന്ന് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ്, സൈക്കോളജി, എക്സിക്യൂഷൻസ്, പ്ലാന് ഇതെല്ലാം നിങ്ങൾക്ക് ലൈവിൽ വന്നാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതിനുശേഷം ഫ്രൈഡേ നോക്കലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ട് ഡേ ആയിരുന്നു. ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, ലണ്ടനിൽ റിവേഴ്സൽ പോകുന്ന എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഏഷ്യയുടെ ലോ എടുത്ത് അപ്പ് സൈഡിലേക്ക് പോയി. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. നമ്മൾ ഈ ഒരു ഏരിയാസിന് ട്രേഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു MSSന് ശേഷം. ഓക്കെ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ശേഷം ഇത് നമുക്കൊരു ബ്രേക്ക് ഈവൻ ട്രേഡ് ആയിരുന്നു. പ്രൈസ് ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ദിവസം നോക്കലാണെന്നുണ്ടെങ്കിൽ 2 മണി വരെ നമുക്ക് യൂറോയുടെ ഹൈ ഇമ്പാക്ട് ന്യൂസസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വെയിറ്റ് ചെയ്തു. ന്യൂയോർക്കാണ് ട്രേഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂയോർക്ക് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്പണിംഗിൽ ട്രേഡ് എടുത്തു. ഈ ഒരു എക്സ്പാൻഷൻ കിട്ടി, വീണ്ടും ഫാളും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. 8:15 നൈറ്റ് നമുക്ക് ഇന്ത്യൻ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ 8:15 ന്യൂസ് ഉണ്ടായിരുന്നു. 8:05 ആ ഒരു സമയത്ത് തന്നെ ഞാൻ എൻ്റെ പൊസിഷൻസും കാര്യങ്ങളും എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതേപോലെ നമ്മൾ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് ഈ ഒരു ടൈം ഈ ഒരു എൻട്രി എടുത്ത് ഈ ഒരു സമയത്ത് നമ്മൾ ലൈവും കാര്യങ്ങളും കട്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ടെലഗ്രാം ചാനലിലേക്ക് വന്നിട്ട് നമ്മളൊരു ടെലഗ്രാമിലേക്ക് വന്നിട്ട് അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പോർഷൻസ് എല്ലാം ഒരു 8-5 ആകുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീക്ക് ഇതേപോലെ തന്നെ എൻഡ് ചെയ്യലാണ്, വേറെ ട്രേഡ്സോ കാര്യങ്ങളോ അതേപോലെ ഈ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്യുന്നില്ല. ന്യൂസിന് നമുക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻസും കാര്യങ്ങളും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതെല്ലാം ഞാനവിടെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രേഡ് നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് ചെയ്തായിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാലും ലൈവിലേക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 2 ബ്രേക്ക് ഈവൻ ആണുള്ളത്. ഒന്ന് ഈ ഒരു ഫ്രൈഡേ എടുത്തുള്ള ബ്രേക്ക് ഈവൻ ട്രേഡ് ആണുള്ളത്. ഇത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്, നോ ട്രേഡിംഗ് ഡേ ആയിരുന്നു. നമുക്ക് നല്ലൊരു എക്സ്പെക്റ്റഡ് മൂവ്മെന്റ് കിട്ടി, പക്ഷേ നമുക്ക് ട്രേഡോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ഓവർ ട്രേഡോ ആ ഒരു റിവെഞ്ച് റേഡോ ഫോമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ആ ഒരു ലൈവെല്ലാം പോയിട്ട് വാച്ച് ചെയ്യലാണെന്നുണ്ടെങ്കിൽ. ഡേറ്റ് നോക്കലാണെങ്കിൽ Feb 19 വ്യാഴാഴ്ച, ഓക്കെ, തേഴ്സ്ഡേ ആണ്, നമുക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഫ്രൈഡേ ഒരു ബ്രേക്ക് ഈവൻ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ബുധനാഴ്ച ഒരു ടി പി ലെവലിലേക്ക് പോകുന്ന ട്രേഡ് ആയിരുന്നു, അതും ബ്രേക്ക് ഈവൻ ആയിരുന്നു. 2 ബ്രേക്ക് ഈവൻ ട്രേഡായി, ഒരു ടി പി ട്രേഡാണ്. അപ്പോൾ സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു വീക്ക് ഒരു വോളറ്റൈൽ ആയിട്ടാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിലും, എക്സ്പെക്ട് ചെയ്ത പോലെ പ്ലേ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻസും നമ്മുടെ ആ ഒരു ട്രേഡ് മാനേജ്മെന്റും കൊണ്ട് നമ്മൾ ആ ഒരു വീക്ക് പ്രോഫിറ്റിൽ തന്നെയാണ് എക്സിറ്റ് ആയിട്ടുള്ളത്. വലിയൊരു പ്രോഫിറ്റ് അല്ല, ചെറിയൊരു പ്രോഫിറ്റിലാണ് നമ്മൾ എക്സിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ലോസ് ട്രേഡ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മളൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എക്സിറ്റ് ആയിട്ടുള്ളത്. ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഓവറായിട്ട് ഉണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ആ ഒരു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ ടെലഗ്രാം ചാനലും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ ആ ഒരു ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ലൈവിലേക്ക് പാർട്ടിസിപ്പേഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഓവറായിട്ട് ആ ഒരു ട്രേഡിന്റെ എക്സിക്യൂഷൻസും അതേപോലെ തന്നെ ലെവൽസും കാര്യങ്ങളും ഇതിൽ ഡിസ്കഷൻ ചെയ്തില്ല. നിങ്ങൾ ടെലഗ്രാമിലേക്ക് പോക്കുകയാണെങ്കിൽ ലെവൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡ് എടുത്ത മാനേജ്മെന്റിന്റെ ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈവ് വീഡിയോ സെഷൻസ് ഉണ്ട്, എൻ്റെ ചാനൽ അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.